മലയാളത്തിലെ പ്രശസ്തമായ ഒരു സിനിമാ പാട്ടിൽ പറയുന്നുണ്ട്, ഞാഞ്ഞൂലിനും സീൽക്കാരമോ എന്ന്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇറാന് സംഭവിച്ചിട്ടുള്ളത്. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനി, അവിടുത്തെ പ്രസിഡന്റ് പെഷസ്കിയാനും ഇപ്പോൾ പറയുന്നത് ഇസ്രായേലിനെ ഞങ്ങൾ മര്യാദ പഠിപ്പിക്കുമെന്നാണ്. ഇസ്രായേലിനെ കയ്പും വേദനയും നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും അത് എന്നാണ് ഇപ്പോൾ ഖമേനി വെളിപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അതെങ്ങനെയായിരിക്കും എന്ന് മാത്രം പറയാൻ ഖമേനിക്ക് അറിയില്ല. നിരന്തരമായി ഇത്തരം തള്ളുകളിലൂടെ മാത്രമാണ് ഇറാൻ ഇത്രയും കാലം കടന്നുകൂടിയത്. ഇസ്രായേൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കുറെ കാലമായി ഇറാൻ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഇറാന്റെ സകല ആണവായുധ രഹസ്യങ്ങൾ ഞങ്ങളുടെ കൈവശം ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഖമേനിയും അദ്ദേഹത്തിന്റെ പ്രസിഡന്റും ഒക്കെ തന്നെ അവിടെ വീമ്പിളക്കുമായിരുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ 200ഓളം പോർ വിമാനങ്ങൾ ഇറാനിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ തലസ്ഥാനമായ ടെഹ്റാനിലും പരിസരങ്ങളിലുമുള്ള സകല ആണവ സംവിധാനങ്ങളും തകർത്ത് തരിപ്പണമാക്കി മടങ്ങിയെത്തി എന്ന് മാത്രമല്ല അവിടുത്തെ സൈനിക മേധാവികളെ മുഴുവൻ വധിച്ചതിന് ശേഷമാണ് അവർ മടങ്ങിയെത്തി എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഓർക്കണം. എന്നിട്ടും ഇറാൻ പറയുകയാണ് ഞങ്ങൾ ഇസ്രായേലിനെ കൊണ്ട് കയ്പും വേദനയൊക്കെ അനുഭവിപ്പിക്കുമെന്ന്. ഏതായാലും ഈ ആക്രമണം ഇറാനെ തകർത്തു തരിപ്പണമാക്കി എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നാലും നാട്ടുകാരുടെ മുന്നിലെങ്കിലും ഞങ്ങൾ വലിയ മിടുക്കന്മാരാണെന്ന് കാണിക്കേണ്ട ബാധ്യത ഇറാനുള്ളത് കൊണ്ട് ഏതാണ്ട് 100ഓളം ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച വിവരം അപ്പോൾ തന്നെ ലഭിക്കുകയും ഇസ്രായേലിലെ ജനങ്ങളോട് നിങ്ങളൊരു അടുത്ത 3 മണിക്കൂർ നേരത്തെ കരുതിയിരിക്കണം എന്ന് പറയുകയും ചെയ്തു. കാരണം ഡ്രോണുകൾക്ക് ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് എത്താനുള്ള സമയപരിധിയാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷേ 3 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ അറിയിപ്പ് വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇനി പുറത്തിറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. കാരണം ഈ ഒരു ഒറ്റ ഡ്രോൺ പോലും ഇസ്രായേൽ അതിർത്തി കടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ എല്ലാം ഇസ്രായേലിന്റെ അയൺഡോം സംവിധാനവും താടും എല്ലാം ഉപയോഗിച്ച് അവർ കരിച്ചു കളഞ്ഞു. പക്ഷേ ഇതേക്കുറിച്ച് ഇപ്പോഴും ഒന്നും പറയാനില്ല ഖമേനിക്കും അദ്ദേഹത്തിന്റെ പ്രസിഡന്റ്